പാലക്കാട് അട്ടപ്പാടിയിൽ അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിനെ മുലയൂട്ടി ആരോഗ്യ പ്രവർത്തക അമൃതയാണ് അമ്മ മരിച്ച 4 മാസം പ്രായമായ കുഞ്ഞിനെ മുലയൂട്ടിയത്. ചൊവ്വാഴ്ച സാധാരണ ജോലിക്ക് പോകുന്നത് പോലെയാണ് അമൃത അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. കാരറയിലായിരുന്നു അമൃതയുടെ ഫീൽഡ് വർക്ക്. അവിടെ വച്ചാണ് നിർത്താതെ കരയുന്ന അമ്മ മരിച്ച 4 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ അമൃത കാണുന്നത്. അമ്മ മരിച്ചു എന്നുള്ളൊരു കേസ് അറിഞ്ഞിട്ട് കുഞ്ഞിന്റെ ഹെൽത്ത് അന്വേഷിക്കാൻ വേണ്ടി, ഹെൽത്ത് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ദുണ്ടൂര് ഊരിലോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പോയപ്പോൾ അവിടെ ഫീവറായിട്ട്, പനിയും ഡയറിയൊക്കെ ആയിട്ടാണ് കുഞ്ഞിൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെയായിരുന്നു. എന്താണ് കുഞ്ഞിങ്ങനെ നിർത്താതെ കരയുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ വിശന്നിട്ടാണ് കുഞ്ഞ് കരയുന്നത്. എന്ത് ചെയ്തിട്ടും കുഞ്ഞങ്ങ് റെഡി ആവുന്നില്ല. ആകെ ഒരു ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകും, പിന്നെ പാല് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തിട്ടും കുഞ്ഞ് ഉറങ്ങുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം അത് കണ്ടപ്പോൾ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. കുഞ്ഞിനെ ഇളം ചൂടുവെള്ളത്തിൽ നനച്ച് തുടക്കുകയൊക്കെ ചെയ്തു പനി കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞൊക്കെ കൊടുത്തു, എങ്ങനെയാണ് ഇനി പാല്, ഫോർമുല മിൽക്ക് എങ്ങനെ കൊടുക്കേണ്ടത്, കുഞ്ഞിൻ്റെ ആരോഗ്യം എങ്ങനെ ശ്രദ്ധിക്കേണ്ടത് എല്ലാം പറഞ്ഞു കൊടുത്തു. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെയാണ് അമൃതയ്ക്ക് തോന്നിയത്. വീട്ടുകാരുടെ അനുവാദത്തോടെ 4 മാസം പ്രായമായി വിശന്ന് നിർത്താതെ കരയുന്ന കുഞ്ഞിനെ അമൃത മുലയൂട്ടി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഉള്ള ഒരു, നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോരാൻ തോന്നാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവരോട് പെർമിഷൻ ചോദിച്ചു. ഞാനൊരു തവണ അന്ന് ഫീഡ് ചെയ്തോട്ടെ ചോദിച്ചപ്പോൾ അവര് അപ്പോഴേ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യൂ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ വി എസ് തത്സമയം ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഒരമ്മയെന്ന് പറയുമ്പോൾ ആ മനസ്സ് ഇങ്ങനെ തന്നെ ആവണ്ടേ എന്നാണ് പലപ്പോഴും അമ്മമാരെ കുറിച്ചുള്ള ചില മോശം വാർത്തകൾക്കിടയിൽ, അത്തരം ചില വിവരങ്ങൾ നമ്മൾ അറിയുന്നതിനിടയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആശ്വാസം ചെറുതല്ല. മൂത്തി, ഇതൊരു വല്ലാത്തൊരു കാര്യമാണ്. കാരണം ആ കുട്ടിക്ക് 4 മാസം മാത്രമേ പ്രായമായുള്ളൂ. അമ്മ നഷ്ടപ്പെട്ടു. 4 മാസം പ്രായമായ കുഞ്ഞിന് മറ്റൊന്നും കഴിക്കാനില്ല, മുലപ്പാലല്ലാതെ മറ്റൊന്നും ഇല്ല, ഭക്ഷണമായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അമൃതയെ സംബന്ധിച്ചിടത്തോളം, അമൃതയ്ക്ക് ഏകദേശം അതേ പ്രായത്തിലുള്ളൊരു കുഞ്ഞുണ്ട്. ആ അമൃതയ്ക്ക് ആദ്യം ഓർമ്മ വന്നത് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം തന്നെയാണോ? അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അമൃത ചെയ്യാനൊക്കെ വന്നത്. ഏതായാലും ഒരു ജോലി, സാധാരണ ഇതൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി, ഒരു നേഴ്സാണ് അമൃത. ഇങ്ങനെ പല ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പല ഊരുകളിലും പോകാറുണ്ട്, കുട്ടികളുടെ ആരോഗ്യം പരിശോധിക്കാറുണ്ട്. അപ്പോൾ താങ്കൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞിന്, ആ ഒരു കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുള്ളപ്പോൾ, ഒരു വിഷമമുള്ളപ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുക എന്നുള്ള ഒരു അങ്ങനെ ഒരു ചിന്തയായിരിക്കും ഒരുപക്ഷെ അമൃത ഇങ്ങനെ നയിച്ചത്. അത് വലിയൊരു കാര്യമാണ്. ഈ മാതൃസ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ പല സ്ത്രീകളുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു സ്നേഹം കൂടി ഓരോ കുഞ്ഞിനോടും തൻ്റെ കുഞ്ഞായി തോന്നുന്ന രീതിയിൽ അങ്ങനെ അനുകമ്പയോടുകൂടി പെരുമാറുക എന്നുള്ളതൊക്കെ തന്നെ അതിൻ്റെ ആ പരിധിയിൽ വരുമെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയത് ഒരു അമ്മയുടെ സ്നേഹം തന്നെ ആ കുഞ്ഞിന് കൊടുത്ത് ആ രീതിയിൽ ആ കുഞ്ഞിനെ പരിചരിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും വളരെ മികച്ച ഒരു മാതൃകാപരമായ കാര്യമാണ്. കാരണം ആ കുഞ്ഞ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും. കാരണം 4 മാസം പ്രായമായിട്ടുള്ള ആ കുഞ്ഞിന് ഒന്നും അറിയില്ല, മറ്റൊന്നും കഴിക്കാനില്ല, അമ്മ മരിച്ചു, പാല് കുടിക്കാൻ ഒരു നിവൃത്തിയില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞിനെ പോലെ കണ്ട് ഈ രീതിയിൽ പരിചരിച്ചത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മാതൃകാപരമായ കാര്യമാണ്. അമൃത എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിന് ഒന്നടങ്കം തന്നെ മാതൃകയാണെന്ന് പറയാതെ വയ്യ.